പ്രിയപ്പെട്ടവർക്കും ആമുഖം ചാനലിന്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് സ്വാഗതം. എത്ര പറഞ്ഞാലും എത്ര ഓർത്താലും മതിവരാത്ത ഒരു മഹാനടന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഞാനിരിക്കുന്നത്. സ്നേഹത്തിന്റെ, കരുണയുടെ, സഹതാപത്തിന്റെ, കരുതലിന്റെ മുഖമുള്ള മലയാളത്തിന്റെ ഏക നടൻ. ആയിരത്തി 1952 പി സുബ്രഹ്മണ്യൻ നിർമ്മിച്ച ആത്മസഖി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായക നടനെ ലഭിക്കുന്നത്. ബ്രിട്ടീഷ് പട്ടാളക്കാരനും തിരുവിതാംകൂർ പോലീസിലെ സബ് ഇൻസ്പെക്ടറുമായിരുന്ന സത്യനേശൻ നാടാർ എന്ന സത്യൻ. അതിനു മുമ്പ് CID ഇൻ ജംഗിൾ, ദി പയസ്, ത്യാഗസീമ, കെടാവിളക്ക് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നുവെങ്കിലും ആ ചിത്രങ്ങളൊന്നും തിയേറ്ററുകളിൽ എത്തിയില്ല. സത്യൻ പ്രശസ്തനായി 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യ ചിത്രമായ CID ഇൻ ജംഗിൾ പ്രദർശനത്തിനെത്തുന്നത് തന്നെ. ആത്മസഖി പുറത്തു വന്നെങ്കിലും ഈ ചിത്രവും സത്യന്റെ അഭിനയ ജീവിതത്തിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 2 വർഷം കഴിഞ്ഞ് P ഭാസ്കരൻ രാമു കാര്യാട്ട് കൂട്ടുകെട്ടിൽ പിറന്ന നീലക്കുയിൽ എന്ന ചിത്രത്തോടുകൂടി സത്യൻ മലയാള ചലച്ചിത്ര പ്രേമികളുടെ പ്രിയപ്പെട്ട നടനായി മാറി. കറുത്ത നിറവും ഉയരക്കുറവും 40-ലെത്തിയ പ്രായവുമെല്ലാം സത്യന്റെ അഭിനയ ജീവിതത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും നിശ്ചയദാർഢ്യവും ഉറച്ച ആത്മവിശ്വാസവും കൊണ്ട് ഈ നടൻ പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുന്നതാണ് കണ്ടത്. നീലക്കുയിലിന് ശേഷം മലയാള സിനിമയിൽ ഒരു സത്യൻ യുഗം തന്നെ ആരംഭിക്കുകയായിരുന്നു. 150ഓളം സിനിമകളിലെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ 2 ദശാബ്ദക്കാലത്തിലധികം നിറഞ്ഞു നിന്ന സത്യന്റെ താരസിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണെന്നാണ് നിരൂപകർ വിലയിരുത്തുന്നത്. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സത്യന്റെ ഏതാനും ചിത്രങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള അഭിനയ മാതൃകയായി കാണിക്കുന്നു എന്നത് തന്നെ ആ നടന ചക്രവർത്തിയുടെ അഭിനയ മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണല്ലോ. കടലിന്റെ മകൻ സത്യൻ നായകനായി അഭിനയിച്ച ചെമ്മീൻ എന്ന ചിത്രം റഷ്യയിൽ പ്രദർശിപ്പിച്ചപ്പോൾ നായകൻ നടനാണോ അതോ യഥാർത്ഥ മീൻപിടുത്തക്കാരനാണോ എന്ന് അവിടെ പലരും ചോദിച്ചു അത്രേ. അക്കാലത്തെ മലയാളത്തിലെ പ്രമുഖ ബാനറായ മഞ്ഞിലാസിന്റെ ആദ്യ ചിത്രം യക്ഷി മുതൽ അനുഭവങ്ങൾ, പാളിച്ചകൾ വരെയുള്ള എല്ലാ ചിത്രങ്ങളിലും സത്യൻ മാത്രമായിരുന്നു നായകൻ. സത്യൻ വിട പറഞ്ഞിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഓർമ്മകളും മരണമില്ലാതെ ജീവിക്കുന്നു. 1971 ജൂൺ 15-നാണ് സത്യൻ എന്ന ഇതിഹാസ താരം രക്താർബുദം ബാധിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ, പാളിച്ചകളായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം. എന്റെ ചെല്ലപ്പ, ആ കൊച്ചു പെണ്ണിനാണേ നിന്നെ കാണാത്തതിലുള്ള സങ്കടമല്ല. അവളോ അത് ഭവാനിയോ അല്ലേ? അവൾക്ക് സുഖമല്ലയോ? ചിത്രീകരണത്തിനിടയിൽ ഹോസ്പിറ്റലിൽ പോയി രക്തം മാറ്റിയതിനു ശേഷം വീണ്ടും സെറ്റിലെത്തി ഭാവോജ്വലമായി അഭിനയിക്കുമായിരുന്നു അത്രേ സത്യൻ. പലപ്പോഴും മൂക്കിൽ നിന്നും ഒഴുകി വരുന്ന രക്തം കണ്ടിട്ട് യൂണിറ്റ് അംഗങ്ങൾ പരിഭ്രാന്തരാകുമ്പോൾ അവരെയൊക്കെ ആശ്വസിപ്പിച്ച് മനസംയമനത്തോടെ തൻ്റെ റോൾ പൂർത്തിയാക്കുവാനുള്ള ഒരു മഹാനടന്റെ നിശ്ചയദാർഢ്യത്തെയാണ് വിധി തോൽപ്പിച്ചു കളഞ്ഞത്. അനുഭവങ്ങൾ, പാളിച്ചകൾ പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുൻപ് സത്യൻ എന്നേക്കുമായി യാത്രയായി. ചിത്രത്തിലെ അവസാന രംഗങ്ങൾ കോട്ടയം ചെല്ലപ്പനെ വെച്ചാണെന്ന് തോന്നുന്നു. നായകന്റെ മുഖം പ്രത്യക്ഷപ്പെടാതെ ചിത്രീകരിച്ചാണ് സേതുമാധവൻ സിനിമ പൂർത്തീകരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1971 ആഗസ്റ്റ് 6-ന് അനുഭവങ്ങൾ, പാളിച്ചകൾ തിയേറ്ററുകളിലെത്തി. പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ സത്യന്റെ ശവസംസ്കാര വിലാപയാത്ര ഈ ചിത്രത്തോടൊപ്പമാണ് പ്രദർശിപ്പിച്ചത്. സത്യൻ മരിച്ച് കൃത്യം 17 ദിവസങ്ങൾക്ക് ശേഷമാണ് തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ശരശയ്യ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ ഈ മഹാനടൻ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് സ്ത്രീകൾ കൂട്ടത്തോടെ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ ഓർമ്മ പുസ്തകം എഴുതുന്ന സതീഷ് കുമാർ വിശാഖപട്ടണവും തിയേറ്ററിനുള്ളിലിരുന്ന് കരഞ്ഞ ഓർമ്മകൾ പറഞ്ഞിട്ടുണ്ട്. അനശ്വര നടൻ സത്യന്റെ ജീവിതം നോവലാകുന്നുണ്ടത്രേ.
രാജീവ് ശിവശങ്കർ രചിച്ച സത്യം എന്ന നോവൽ അടുത്തുതന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുമെന്ന് ഈയിടെ വാർത്തകൾ വന്നിരുന്നു. മലയാള സിനിമയിലെ അതിമനോഹരങ്ങളായ പല ഗാനങ്ങളും സത്യന്റെ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ നെഞ്ചിലേറ്റി ആസ്വദിച്ചത്. അവയിൽ ഏതാനും ചിലതു മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ. പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല, മെഹബൂബ് എന്ന വേറിട്ട ഗായകന്റെ ശബ്ദം കൂടിയായപ്പോൾ പാട്ട് അതിഗംഭീരമായി. സ്വർഗായികേ ഇതിലേ ഇതിലേ മൂലധനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ച് യേശുദാസാണ് ആ മനോഹര ഗാനം പാടിയത്. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. സ്ത്രീ എന്ന സിനിമയിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം കൂടിയായപ്പോൾ പാട്ട് ജനഹൃദയങ്ങളെ കീഴടക്കി. അകലെ അകലെ നീലാകാശം, ഈ പാട്ട് അക്കാലത്ത് പാടാത്തവർ ഉണ്ടായിരുന്നില്ല. മിടുമിടുക്കി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുരാജാണ് സംഗീതം നൽകിയത്. യേശുദാസും ജാനകിയും കൂടി ഗാനത്തെ വേറെ തലങ്ങളിലെത്തിച്ചു. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ. കാമുകന്മാർക്ക് ക്യാമ്പസിലും മറ്റും പാടി നടക്കാൻ പറ്റിയ പാട്ടായിരുന്നു ശരശയ്യ എന്ന ചിത്രത്തിലെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്ന ഗാനം. നിന്റെ കുമ്പിളിൽ തേനുണ്ടോ, തേനിനുലകരിയുണ്ടോ. ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി ഏറെ ജനഹൃദയങ്ങളെ കീഴടക്കിയ ഗാനമായി മാറി. ചെമ്മീൻ എന്ന ചിത്രത്തിലെ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ എന്ന ഗാനത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നും അത് ജനഹൃദയങ്ങളിൽ ട്രെൻഡാണ്. ഇങ്ങനെ എത്രയെത്ര ഇമ്പമുള്ള ഗാനങ്ങളാണ് സത്യന്റെ അനശ്വര ചിത്രങ്ങളിലൂടെ മലയാള നാടിന് സ്വന്തമായി തീർന്നത്. ഒരു നടൻ താൻ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും തലമുറകൾ പിന്നിടുമ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സത്യൻ എന്ന മഹാനടൻ. ആമുഖം ചാനൽ വ്യക്തികളെയും വ്യക്തിബന്ധങ്ങളെയും സംരംഭങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു കരുതലിൻ്റെ മുഖമായി മാറുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.